ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ തൊലി കറുത്ത് പോയിട്ട് ഒരുപാട് നല്ലോണം പഴുപ്പ് കൂടിയിട്ട് നല്ലോണം കറുത്ത പഴം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ കളയണ്ട, ഇതുപോലൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്, നല്ല പഞ്ഞി പോലുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബനാന കേക്ക് ഉണ്ടാക്കിയെടുക്കുക. അതും മിക്സിയുടെ ജാറിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഓവണും ബീറ്ററും അതുപോലെ തന്നെ കേക്ക് ടൂൾസ് ഒന്നും ആവശ്യമില്ല. മിക്സിയുടെ ജാറിലാണ്, നമ്മൾ മിക്സിയിലാണ് ഈ ഒരു കേക്ക് ചെയ്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈദ അതാ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് എന്ന് കരുതി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ് എടുത്താൽ മതി. ഞാൻ വേറെ കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചായ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള 1 സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ 1/2 എന്ന അളവിൽ എടുത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് മൈദ എടുത്താൽ മതി. നിങ്ങൾ ഗ്ലാസിൻ്റെ അളവിൽ അളന്നെടുത്താലും മതി കേട്ടോ. 3 തവണ നമുക്കിതൊന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ഇത് 3 തവണ തരിച്ചെടുക്കൽ നിർബന്ധമാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് നമ്മുടെ ആ ഒരു മൈദയിലൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം. പിന്നെ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റായിട്ടും നല്ല ഹൈറ്റായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 3 തവണ തന്നെ ഒന്ന് തരിച്ച് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതൊരു 3 തവണ ഞാനിതാ ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതൊരു 3 തവണ തരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രം റെഡിയാക്കി എടുക്കുക. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കേക്ക് ടിൻ ഉള്ളതിൻ്റെ പേരിലാണ് കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ വല്ല നമ്മുടെ സോസ് പാനോ നമ്മൾ ഈ സ്റ്റീലിൻ്റെ ഒക്കെ ചായ ഉണ്ടാക്കുന്ന ആ ഒരു പിടിയുള്ള പാത്രമൊക്കെ ഉണ്ടല്ലോ, അതിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കാനുള്ള അളവിലുള്ളെങ്കിൽ അതിലും ഉണ്ടാക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു പാത്രത്തിലെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ തടവിയിട്ട് ഇത്തിരി മൈദ ഇട്ട് കൊടുത്തിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളത് നല്ലോണം മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ 1 കപ്പ് മൈദക്ക് 1 കപ്പ് പഞ്ചസാര എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ഫുള്ളായിട്ടാണ്ട് എടുത്തിട്ടില്ല. 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ഏലക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഏലക്കയും 2 ഗ്രാമ്പും ഈ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 മുട്ട വേണം. അപ്പോൾ 4 മുട്ട നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 കിലോൻ്റെ അളവിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 മുട്ട മിക്സിയുടെ ജാറിൽ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതാണ് ഞാൻ കയ്യിലെടുത്തിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നൊരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് എന്നുള്ള സ്പീഡിൽ തന്നെ 30 സെക്കൻഡ് ഒന്നുകൊണ്ട് അടിച്ചെടുത്താൽ മതി. കൂടുതൽ ടൈം ഇട്ട് അടിക്കണ്ട. അപ്പോൾ നമ്മുടെ ആ ഒരു മുട്ടയുടെ ബാറ്ററൊക്കെ ഒന്ന് പതഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഏലക്കയും അതുപോലെ തന്നെ ഗ്രാമ്പു, പഞ്ചസാര ഇത് കൂടിയിട്ടുള്ള ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തത് ഏലക്കയും അതുപോലെ തന്നെ ഗ്രാമ്പും നല്ല ഫ്ലേവറാണ് നമ്മുടെ ഒരു കേക്കിന് കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്റർ കണ്ടാൽ നല്ലോണം ഒരു പതഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഓയിലുണ്ടല്ലോ, പാം ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. മണമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, അല്ലാത്ത ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് മാത്രം ഒന്ന് എടുത്താൽ മതി ഓയിൽ ചേർത്ത ശേഷം കേട്ടോ. അപ്പോൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ തരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 1/4 കപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 4 ടേബിൾ സ്പൂണാണ് ഓയിൽ വേണ്ടത് കേട്ടോ.
അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള മൈദ ഒറ്റ തവണ ആയിട്ട് ചേർക്കരുത്. ഒരു 3ഓ 4ഓ തവണയായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്പൂണോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പാച്ചിലാണെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഒട്ടും കട്ടകൾ ഉണ്ടാവരുത്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിച്ച് അതിൻ്റെ ആ ഒരു ബാറ്റർ ഒരുപാട് ലൂസാക്കി കളയരുത് കേട്ടോ. ഒരു ഭാഗം തന്നെ ഇട്ട് കറക്കി കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ കട്ടയില്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ ഒക്കെ ആണുള്ളത് വെച്ചെങ്കിൽ അതെടുത്താലും മതി. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഇങ്ങോട്ട് പൊടിക്കരുത്, ഒന്നങ്ങോട്ട് ക്രഷാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കാഷ്യൂ ആയാലും വേണ്ടില്ല, ഇതുപോലെ കടല ആയാലും വേണ്ടില്ല കേട്ടോ. ഏതായാലും നല്ലതാണ് നമുക്ക് കഴിക്കുമ്പോൾ. ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ച ആ ഒരു മൈദയിൽ ആ കടലേനെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കടല എല്ലാ ഭാഗത്തേക്കുമായിട്ട് കിടക്കും. മറ്റേത് നമ്മളങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിൻ്റെ അടിഭാഗത്ത് പോയിട്ടേ കിടക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ ആ ഒരു ബാറ്റർ കേക്ക് ടിന്നിൽ ഒഴിച്ചാലും അതിൻ്റെ അടിഭാഗത്ത് പോയി കിടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കേക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഓരോ കപ്പലിൻ്റെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് ഒക്കെ വളരെ സാവധാനം മാത്രമേ നമ്മുടെ ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. ഞാൻ സ്പീഡ് കൂട്ടി കാണിച്ചപ്പോഴും വളരെ സാവധാനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബാറ്റർ മാറ്റി വയ്ക്കുക, അത് മൂടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴം ഞാനിതാ നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കറ ചുവയ്ക്കുന്ന പഴം അങ്ങനെയുള്ളതൊന്നും എടുക്കരുത്. നല്ലോണം ഇനിയിപ്പോൾ ഇതിലും നല്ലോണം പഴുത്തതാണെങ്കിലും നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്കിന്. അപ്പോൾ ഇനി ഞാൻ ആ പഞ്ചസാര പൊടിച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 പഴം ഇതുപോലെ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ പഴം നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ റോബസ്റ്റ പഴമാണ് ചേർക്കുന്നത് വെച്ചെങ്കിലും നല്ലോണം പഴുത്തത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമുക്ക് ആ ഒരു ബാറ്ററിലേക്ക് നമ്മുടെ ഈ ഒരു പഴം അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കുത്തി കലക്കാത്ത രീതിയിൽ വേണം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം അതൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൈ വെച്ചിട്ടാണെങ്കിലും നല്ലോണം ആ ഒരു പഴം അരച്ചത് എടുത്താൽ മതി. എന്നിട്ട് ഇതാ നമുക്ക് ഒരു ബാറ്ററിലേക്ക് ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പഴം നമ്മുടെ ഈ ഒരു ബാറ്ററിൽ നല്ലോണം മിക്സായിട്ട് കിട്ടണം എന്ന് വെച്ചിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. കണ്ടത് അതുപോലെ പതുക്കനെ സാവധാനം ഒരേ ഭാഗത്തേക്കായിട്ട് കറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ടിന്നിൽ എണ്ണ തടവുന്ന സമയത്ത് സൈഡിൽ എണ്ണ തടവുമ്പോൾ ജസ്റ്റ് ഒന്ന് തൊടാവുള്ളൂ കേട്ടോ. ഒത്തിരി അങ്ങോട്ട് എണ്ണ തടവി കൊടുക്കരുത്, കേക്ക് ഹൈറ്റിൽ വരില്ല. പിന്നെ ഞാൻ 1 kg കേക്കിൻ്റെ അളവാണ് ഇതെങ്കിലും 1.5 kg ടിന്നിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിത് കുറച്ച് കൂടുതൽ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി പരത്തിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ഹൈറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാത്രം എടുത്താൽ മതി. അപ്പോൾ എനിക്കിത് കുറച്ച് വലുപ്പത്തിൽ വേണം, കുറേ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിയിലൊരു ടവൽ വിരിച്ചതിൻ്റെ ശേഷം അതിലിട്ടിട്ട് ടാപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളിലെ എയർ ബബിൾസ് ഒന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്പാണ്, നമ്മളിത് ഓവൻ സെറ്റപ്പാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഞാനിത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 30 to 35 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആവിയൊക്കെ നല്ലോണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴാണ് തുറന്ന് നോക്കണ്ടേ. 30 മിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ 35 മിനിറ്റ് ഒരു 5 മിനിറ്റും കൂടെ വെച്ചാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ തുറക്കുന്നത് 30 മിനിറ്റ് ആയപ്പോഴാണ്. അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കി നോക്കാം കേട്ടോ. ഇതിൽ ഈ ഇർക്കിലിയിൽ നല്ല പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 30 മിനിറ്റ് കൊണ്ട് തന്നെ കണ്ട ലോ ഫ്ലെയിമിലാണ് 30 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, നമ്മളിത് കുത്തി നോക്കുന്ന സമയത്ത് ആ നടുഭാഗത്ത് തന്നെ ഒന്ന് കുത്തി നോക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് അവിടെ വെന്തോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു ചെമ്പിൽ നിന്ന് മാറ്റാം കേട്ടോ.
ഇനി ഇത് നല്ലോണം ചൂടുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കട്ടെ, ഒന്ന് ചൂടാറണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് പാത്രം വെച്ച് മൂടണ്ട, ഇതുപോലെ ഒരു ടവൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. പാത്രം വെച്ച് മൂടിയിട്ടുണ്ടെങ്കിൽ ഈർപ്പം ഇറങ്ങി ചെല്ലും. അപ്പോൾ അതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവുകയും ചെയ്യും കേട്ടോ. ഒന്ന് ഹാർഡായിട്ട് പോകും കേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടവൽ വെച്ചിട്ടാണ് മൂടി വെച്ചിട്ടുള്ളത്. ആ ഒരു കട്ടി ചൂടൊക്കെ ഒന്ന് തണിഞ്ഞിട്ടുണ്ട്, എന്നാലും ചെറിയൊരു ചൂടുണ്ട് നമ്മുടെ ഈ ഒരു പാത്രമൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇത്തിരി കാഷ്യൂസൊക്കെ ഒന്ന് വേണമെങ്കിൽ നമ്മൾ രണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുമല്ലോ, ഒരു ഭംഗിക്കൊക്കെ, അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്ന് പിടിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് വന്നോളൂ കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമ്മളിത്തിരി ഒന്ന് പരത്തിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങോട്ട് ഹൈറ്റിലേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ ഒരുപാട് പീസൊക്കെ കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആയിട്ട് പീസാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ്. നല്ലൊരു ഫ്ലേവറാണ്, നമ്മൾ ആ ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒട്ടും മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ നമുക്ക് എസൻസ് ചേർത്തില്ല എന്ന് കരുതിയിട്ട് ഒട്ടും മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ്. നമ്മൾ പരത്തിയിട്ടാണ് ചെയ്തെങ്കിലും അത്യാവശ്യം അത് ഹൈറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ മിക്സിയിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല. അത്രയും സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. ഇപ്പോഴും കേക്ക് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം തണിഞ്ഞ ശേഷമൊക്കെ തന്നെ കട്ട് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പൊടിഞ്ഞൊക്കെ പോകും. അപ്പോൾ നല്ലോണം സോഫ്റ്റായിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇനി പഴുപ്പ് കൂടിയ പഴം കളയണ്ട, എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.